വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും വരിക. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവുക. ആൻഡ് യാദൃശ്ചികമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് വേണം കണക്കാക്കാനായിട്ട്. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇവർക്കിപ്പോൾ കൊടുക്കാനുള്ളത്? ഓക്കെ, യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്? ഓക്കെ, യൂണിവേഴ്സ് ഏഞ്ചൽസ്, നമുക്കിതിൽ നിന്നും കിട്ടുന്ന ഒരു അർത്ഥമുണ്ട്. എന്താണ് ഇപ്പം ഈ ഒരു ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. എനിക്ക് ജലദോഷമുണ്ട്, അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഇഗ്നോർ ചെയ്യണേ.
ഈ ചേച്ചിക്ക് എന്താ എപ്പോഴും ജലദോഷം എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട. കാരണം ഞാൻ ചെയ്യുന്ന ഇത് ടാരറ്റ് റീഡിങ് ചെയ്യുന്ന ഇരിക്കുന്ന റൂമിൽ കുറച്ച് ബുക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്സിൻ്റെ പൊടികൾ ഒരു ബുക്സൊക്കെ റീഡ് ചെയ്യുന്ന റൂമിലാണ് ഞാൻ വായിക്കുന്നതും ഇത് ഞാൻ റീഡ് ചെയ്യുന്നതും. നമുക്ക് ശാന്തമായിട്ടുള്ളൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടി തിരഞ്ഞെടുത്ത റൂമാണിത്. ഇവിടെ കുറച്ച് അധികം ബുക്സും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഈ റൂമിൽ എപ്പോഴും ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. അപ്പോൾ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ മിക്ക സമയവും ഞാൻ തുമ്മും. ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അത് മാറും. അപ്പോൾ കയറുമ്പോൾ ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം കൊണ്ട് വേറൊരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കാർഡ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ലൈഫിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും അറിഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സ്റ്റേജും എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് ഈ റീഡിങ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഏറ്റവും ഉയരമുള്ള പൊസിഷനിൽ, ഏറ്റവും ഹൈപ്പിൽ പോയി നിന്നിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സുഖവും സമാധാനവും ഒക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് നിങ്ങൾ. സോ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ വിചാരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും. എങ്ങനെയാണ്, എന്താണ് എന്നെല്ലാം എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയ്ക്കധികം കഷ്ടപ്പാടുകൾ സഹിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നൊരു കാര്യമായിരിക്കില്ല ഇനി നടക്കാൻ അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചൊരു കാര്യമായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതൊരു വലിയ മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. വലിയൊരു ആൻസർ തന്നെയാണ്. നിങ്ങളുടെ പല ക്വസ്റ്റ്യൻസിനുള്ള ഒരു വലിയ ആൻസറാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആക്കുന്ന, നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവുകയും അതിന് പകരം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ ഒരു സന്തോഷം കടന്നു വരികയും, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്, അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടും മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട്. എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പേർക്ക് ഒരു സെലിബ്രേഷൻ, ഒരു പാർട്ടി, ഒരു റീയൂണിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് കൂടുതലും നോക്കാം. നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾക്കുള്ള ഒരു ആൻസർ ലഭിക്കാൻ പോകുന്നു കുറേ പേർക്കും. അതൊരു റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആൻസർ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടാവില്ല. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് അതിനൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, യെസ്, ആ കാര്യത്തിന് നിങ്ങൾക്കൊരു നീതി നടപ്പാക്കാൻ പോവുകയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നടക്കാൻ പോവുകയാണ്. കുറേ പേർക്ക് ഡിവോഴ്സ് റിലേറ്റഡ്, കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസിൽ പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വിധി വരുന്നതായിട്ട് കാണും. നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായം അനുവദിച്ച് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ബ്ലെസ്സിങ്സിൽ ഒരു കാര്യം അതാണ്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്.
ആ ഒരു സംഭവം കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും കാലം പേറിയിരുന്ന ഭാരങ്ങളും ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടിനൊക്കെ ഒരു റെസൊല്യൂഷൻ സംഭവിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മനോഹരമാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ കൂടുതലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആൻഡ് ഒരു കാരണവശാലും നിങ്ങൾ ഒന്നിനെയും ഭയപ്പെട്ടോ പേടിച്ചോ നിൽക്കരുത് എന്നുള്ളൊരു മെയിൻ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പല കാര്യത്തിൻ്റെയും നേരെ ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് കിളി പോയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ജേണി അല്ല നിങ്ങളുടെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജേണിയാണ്. അതിൽ നിന്ന് തന്നെ ഒരു മാരേജിലേക്ക് നയിക്കുന്നു. ഒരു ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു അതായത് മാരേജിൻ്റെ ഒരു ഫിക്സിങ്, അങ്ങനത്തെ ഒരു ഉറപ്പ് നൽകുന്ന ഒരു സംഭവം, എൻഗേജ്മെൻറ്റ്, മോതിരം കൈമാറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു. നിങ്ങൾ ആക്ഷൻ ചെയ്യാനായിട്ട് പല കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചിന്തിച്ചു വെച്ച പല കാര്യങ്ങളും അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താലാണ് അത് വളരെ എഫക്റ്റീവായിട്ട് മാറുക എന്ന് നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റിവിറ്റി ഒട്ടും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. കാരണം ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം അറിഞ്ഞു വന്നിട്ടുള്ള, സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചു വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. സോ നിങ്ങൾ എവിടെയും പകച്ചു പോകരുത്. നിങ്ങൾ എവിടെയും പകച്ചു പോവേണ്ട ആളുകളല്ല. നിങ്ങളെല്ലായ്പ്പോഴും വളരെ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയുന്ന പോലെ പെർഫെക്റ്റായിട്ട് ഇരിക്കേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്നും മാറ്റിയെടുത്ത് വേറൊരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് വന്ന് വീണു കേട്ടോ. ആൻഡ് ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. W, അത് എമ്മും ആവാം കേട്ടോ. എം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, W റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. ആൻഡ് 3 നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നമ്പറായിട്ട് കാണുന്നുണ്ട്. 3 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് അറ്റ് ദ സൈൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സൈനാണ് 3 എന്ന് പറയുന്ന നമ്പർ. ആൻഡ് ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ലോങ്ങിൽ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഹോം, അമ്മ എന്നൊക്കെ പറയുന്നത് വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാകുന്നു. അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയറും സപ്പോർട്ടൊക്കെയാണ്. അതിന് 6 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലവബിളാണ്, സാറ്റിസ്ഫൈഡ് ആണ്, സോൾമേറ്റ് ആണ്. നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കാൻ കഴിവുള്ള, നിങ്ങളെ വളരെയധികം കെയർ ചെയ്യാൻ കഴിവുള്ള, നിങ്ങളിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എന്ന് കാണുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് എടുക്കുക. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ 3 ചാനലിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ പോയി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.